കഷ്ടപ്പെട്ട് കിട്ടുന്നതൊക്കെയും ജീവിക്കാൻ ചേർത്ത് വെക്കുകയാണ് കൃഷ്ണനും പത്മകുമാരി. പഠനം കഴിഞ്ഞ് കൈസഹായമായി പാറക്കുട്ടി ഓടിയെത്തും. ആവശ്യങ്ങൾക്കായി അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ കിട്ടുന്നതൊക്കെയും പാർവതി കുടുക്കയിലാക്കി വെച്ചു. പക്ഷേ തന്നേക്കാൾ ആവശ്യമുള്ള ഒരാളെ കണ്ടപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ പാർവതി വേണ്ടെന്ന് വെച്ചു. സ്വരുക്കൂട്ടിയതൊക്കെയും സഹായമായി നൽകി. അപ്പായി ഒരു ദിവസം എനിക്കിങ്ങനെ ന്യൂസ് പേപ്പർ അപ്പായി ഇങ്ങനെ പറയും, ഇങ്ങനെ ന്യൂസ് ഉണ്ട്, അത് വായിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ദിവസം വായിച്ചപ്പോൾ കണ്ടതാണ് ഈ ചേച്ചിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഈ ചേച്ചിക്ക് 3rd year പഠിക്കാൻ പൈസ ഇല്ലാന്ന് പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ കൊടുത്തതാ. തൻ്റെ 1 വർഷത്തെ സമ്പാദ്യമാണ് അച്ഛനെ നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിലായ ഒരു ചേച്ചിയുടെ പഠനത്തിനായി പാർവതി സന്തോഷത്തോടെ നൽകിയത്. മോൾ എന്തിനു വേണ്ടിയാ കൊടുക്കയിൽ പൈസ ഇട്ട് വെച്ചിരുന്നേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ആ ചേച്ചിക്ക് കൊടുക്കാൻ തോന്നിയേ? അത് എന്നെയും കുറേ പേര് ഇതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് KVയിൽ അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പം ആ ചേച്ചിക്കാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. അപ്പം ആ ആൻറ്റിയാണ് എല്ലാം ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നി. ഇല്ലായ്മയിലും മകളുടെ മഹാമനസ്കതയിൽ അഭിമാനിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. എനിക്ക് സന്തോഷം തോന്നി. ഇന്നത്തെ ഇതുപോലെ ഒരു കുഞ്ഞിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ജന്മം കൊടുക്കാൻ പറ്റിയത് മോളെ പറ്റി അഭിമാനം തോന്നുന്നത്. ഇങ്ങനൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതത്തോട് പൊരുതുമ്പോഴും സഹജീവികളെ സഹായിക്കാൻ വീണ്ടും സ്വരുക്കൂട്ടുകയാണ് പാർവതി. മുൻപരിചയമില്ലാത്തൊരു ചേച്ചിക്കായി നമ്മുടെ പാർവതിക്കുട്ടി പൊട്ടിച്ച കുടുക്ക നാടെങ്ങും സ്നേഹം പരത്തുകയാണ്. നന്മയുടെ ഈ നല്ല പാഠം പഠിച്ച് പുതിയൊരു അധ്യയന വർഷം തുടങ്ങട്ടെ. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദിത്യൻ ഓമനക്കുട്ടനുണ്ടൊപ്പം. ആദിത്യൻ, ഗുഡ് മോർണിംഗ്. ഈ അച്ഛനും അമ്മയും അഭിമാനപൂർവ്വം പറയുന്നുണ്ട് സ്വന്തം മകളെക്കുറിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഒന്നടങ്കം അഭിമാനിക്കണം. ഇങ്ങനെ ഒരു മോളെ ഓർത്തെന്ന് തോന്നുന്നു. ചക്കരക്കുട്ടിയാണ് അവൾ. തീർച്ചയായും മോത്തി, പാർവതി അടിപൊളിയാണ്. പാർവതി നമ്മൾ മലയാളികൾക്കാകെ അഭിമാനമാണ്. ഞാനും കൊടുക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ സ്കൂളൊക്കെ തുറക്കുമ്പോൾ റെയിൻകോട്ട് വാങ്ങിക്കാനോ, കുട വാങ്ങിക്കാനോ, വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാനോ, ബുക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കർ വാങ്ങിക്കാനോ, മിഠായി വാങ്ങിക്കാനോ ഒക്കെ അല്ലാതെ ഞാനും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആ പ്രായത്തെ കവച്ച് വെക്കുന്ന വകതിരിവ് അല്ലെങ്കിൽ വിവേകം, സ്നേഹം ആണ് പാർവതിക്ക് എന്നുള്ളതാണ്. അതിനൊരു കാരണവുമുണ്ട്. പാർവതി ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നതാണ്. ഇല്ലായ്മകളിൽ നിന്ന് വളർന്ന്, ഇല്ലായ്മകളിൽ നിന്ന് തന്നെ പഠിച്ച് വളർന്ന പാർവതിയെയും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടെന്ന് പാർവതി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അത്തരത്തിൽ ബാക്കിയുള്ളവരുടെ സഹായമൊക്കെ സ്വീകരിച്ചു വന്ന ആ ഒരു മോൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുകയാണ്. അതുപോലെ തന്നെ പാർവതി നമ്മോടും പറയുകയാണ്, പറ്റുന്ന പോലെ സഹായിക്കുക. പാർവതി അതിൽ 5-ൻ്റെയും 10-ൻ്റെയും ഒക്കെ ചെറിയ തുട്ടുകളാണ് ഇട്ട് വയ്ക്കുന്നത് ആ കുടുക്കയിൽ. അതുകൊണ്ട് 1 വർഷത്തെ സമ്പാദ്യം കൊണ്ടാണ് പാർവതി മറ്റൊരാളെ സഹായിച്ചത്. അതും ഏറ്റവും അത്യാവശ്യമായ ഒരാളെ. ഈ പാർവതി സഹായിച്ച ഒരു പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അത് ആ പെൺകുട്ടിയുടെ അച്ഛൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. തൃപ്പൂണിത്തറയിലേക്ക് വന്ന് താമസിച്ച് അവിടെ ജീവിച്ചിരുന്ന സുന്ദരൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശി, അദ്ദേഹത്തിനെ അയൽവാസി കൊലപ്പെടുത്തുകയായിരുന്നു യാതൊരു കാരണവുമില്ലാതെ. അങ്ങനെ അനാഥമായൊരു കുടുംബം. ആ കുടുംബത്തിനാണ് പാർവതി തൻ്റെ എളിയ സംഭാവന നൽകിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മരണപ്പെട്ട സുന്ദരൻ്റെ ഭാര്യ നന്ദിനിക്കാണ് പാർവതിക്കുട്ടി തൻ്റെ ആ പണം കൈമാറിയത്. അങ്ങനെ അതും വാർത്തയിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഒരു പഠന ചെലവ് വഹിക്കാൻ ആരുമില്ലാതെ അല്ലെങ്കിൽ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന ആ ഒരു ചേച്ചിയുടെ വാർത്ത കണ്ടതിൻ്റെ ഒരൊറ്റ ഇതിൽ മാത്രമാണ്. യാതൊരു മുൻപരിചയമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ ബന്ധത്തിൽപ്പെട്ടവർക്കോ ഒന്നുമല്ല കൊടുക്കുന്നതെന്നുള്ളതാണ്. ആരെന്നറിയാത്ത ഒരാൾക്ക് ആ വാർത്ത കണ്ടതിൻ്റെ പേരിൽ ആ സങ്കടം കൊണ്ട് കൊടുക്കുകയാണ് ഉണ്ടായത് ആ കുട്ടി. എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാനാവുന്നതാണ്? വെറും 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടി ചിന്തിച്ചത് ഇത്തരത്തിൽ പ്രായവും പക്വതയുള്ള ആളുകൾ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർവതി പറഞ്ഞു, ഇതിനു മുമ്പും
കളക്ടറൊക്കെ പാർവതിയുടെ പഠനത്തിനായൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കളക്ടറാവണമെന്നാണ് പാർവതിക്ക് ആഗ്രഹം. അത്തരത്തിൽ ഒരു കളക്ടറായി ഒരു നാടിനെ മുന്നിൽ നിന്ന് നയിച്ച് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ കൈത്താങ്ങാവണമെന്നാണ് പാർവതിയുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഇതിനു മുൻപും പാർവതി ഇത്തരത്തിൽ സന്നദ്ധ സഹായങ്ങളുമായിട്ടൊക്കെ മുന്നിട്ട് വന്നിട്ടുണ്ട്. തൻ്റെ കുടുക്ക ഇതിനു മുൻപും പാറക്കുട്ടി പൊട്ടിച്ചിട്ടുണ്ട്. കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പാറക്കുട്ടി പണം സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ വല്ലപ്പോഴും ഒന്ന് കുടുക്ക പൊട്ടിക്കുകയല്ല, ഇപ്പോഴും പാറക്കുട്ടിയുടെ അടുത്ത കുടുക്ക നിറയാറായിട്ടുണ്ട്. അത് ഏതെങ്കിലും നിരാലംബർക്ക് ആശ്രയമായി എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പാറക്കുട്ടിയുടെ ഈ ഒരു പാഠം പഠിച്ചുകൊണ്ട് തുടങ്ങട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. എല്ലാ കുട്ടികളും ഇത്തരത്തിൽ നല്ലത് ചെയ്ത്, അതായത് ഈ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതം പഠിക്കട്ടെ, നന്മ പഠിക്കട്ടെ, സ്നേഹം അങ്ങനെ പരക്കട്ടെ. തീർച്ചയായിട്ടും ആദിത്യനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. അതാണ് പോയിന്റ്. എല്ലാവരും ജീവിതം പഠിക്കട്ടെ, ചുറ്റുപാടുകൾ അറിയട്ടെ, ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാവട്ടെ. അപ്പം അച്ഛൻ നിർബന്ധിച്ച് പത്രം വായിക്കുന്നു എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി കുഞ്ഞു മക്കളെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പത്രം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ചുറ്റുപാടുമുള്ളതൊക്കെ. വാർത്തകൾ അറിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ പൊതുനിരത്തിലിറങ്ങി ഒന്ന് കണ്ണ് തുറന്ന്, കണ്ണുണ്ടായാൽ പോരാ കാണണമെന്ന് പറയില്ലേ, ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അങ്ങനെ മനസ്സ് വെച്ച് നോക്കിയാൽ കാണാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര്. പാറക്കുട്ടി പൊളിയാണ്, സൂപ്പറാണ്. പാറക്കുട്ടി വിചാരിച്ചതുപോലെ കളക്ടറായി മാറട്ടെ എന്ന് വിചാരിച്ചു.